ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. സോ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ 7th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ദി പാത്ത് ആൻഡ് ഗൈഡിങ് ലൈറ്റ് എന്ന് പറയുന്ന പാഠമാണ്. ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഭരണഘടന. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എങ്ങനെ രൂപം കൊണ്ടു എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഡ്രീം ഓഫ് ദി ഫ്രീഡം ഫൈറ്റേഴ്സ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു സ്വപ്നമായിരുന്നു ഏത്? നമ്മുടെ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന വേണം എന്നുള്ളത്. സോ ഇതിനു വേണ്ടി ബ്രിട്ടീഷ് റൂളിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി നടന്നിട്ടുള്ളത് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 ഓർത്തിരിക്കുക. ഇനി ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളൊരു സമരമായിരുന്നു. ഈ ഒരു സമരത്തിൽ ആരെല്ലാം ഉൾപ്പെട്ടിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതിൽ സോൾജിയേഴ്സ് ഉണ്ട്, ട്രൈബൽസ് ഉണ്ട്, കിങ്സ് ഉണ്ട്, ഫ്യൂഡൽ ലോർഡ്സ് ഉണ്ട്, പെസൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ത് ചെയ്തു? ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ സൈനികരും, ട്രൈബൽസ് എന്ന് വെച്ചാൽ ആരാണ്? ഗോത്ര വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ, രാജാക്കന്മാർ, ഫ്യൂഡൽ ലോർഡ്സ് ഭൂപ്രഭുക്കന്മാർ, പെസൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമേഴ്സാണ്, സാധാരണക്കാരായിട്ടുള്ള കർഷകർ. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ബ്രിട്ടീഷ് റൂളിനെതിരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള 1857 റിവോൾട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇത്തരത്തിലുള്ള ഒരു സമരം അല്ലെങ്കിൽ സ്ട്രഗിൾ നയിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ നാഷണലിസം അഥവാ ദേശീയത എന്ന് പറയുന്ന ഒരു ഫീലിംഗ് എന്ത് ചെയ്തു? എമേർജ് ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോരോ റീജിയണൽ ഓർഗനൈസേഷൻസ് ഫോം ചെയ്തു. എന്തിനു വേണ്ടി? ബ്രിട്ടീഷ് റൂളിനെതിരെ ശക്തമായിട്ടുള്ള ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി. അത്തരത്തിൽ ഫോം ചെയ്ത ചില ഓർഗനൈസേഷൻസ് ആണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക സഭ എന്ന് പറയുന്ന 3 ഓർഗനൈസേഷൻസ്. ഓർത്തിരിക്കുക, എങ്ങനെയാണ് റീജിയണൽ ലെവലിൽ ഫോം ചെയ്തിട്ടുള്ളതാണിത്. എന്നുവെച്ചാൽ ഒരു നാഷണൽ ലെവലിലേക്ക് ഇത് വളർന്നിട്ടില്ല. ഇപ്പോൾ റീജിയണൽ ലെവൽ എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്തായിട്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഇതൊക്കെ. ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ വരുന്നുണ്ട്, പൂനെ സാർവജനിക സഭ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസിന് വേണ്ടി, ബ്രിട്ടീഷുകാർക്കെതിരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ ലെവലിൽ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളത് 1885 ആ ഓർഗനൈസേഷൻ്റെ പേരാണ് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ഓർഡർ ടു എന്ത് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻ അറ്റ് നാഷണൽ ലെവൽ. ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി, അതേപോലെ നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് INC എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1885. ഇനി ഗാന്ധിജി വന്നതിന് ശേഷം നമ്മുടെ ഈ സമരങ്ങളെല്ലാം തന്നെ ഒരു മാസ് മൂവ്മെൻ്റ് ആയിട്ട് മാറി. എന്താ മാസ് മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ? ബഹുജന സമരമായിട്ട് മാറുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഗാന്ധിജി വരുന്നതിന് മുന്നേ ഒറ്റപ്പെട്ട സമരങ്ങളൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ചിരുന്നത്. എന്നാൽ ഗാന്ധിജി വന്നതോടുകൂടി എല്ലാ വിഭാഗം ജനങ്ങളും എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടിച്ചേർന്നുകൊണ്ട് നമുക്കൊരു ഡെമോക്രസി ആയിട്ടുള്ള ഒരു ജനാധിപത്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യ വേണം എന്ന ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവരെന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? ശക്തമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ എന്ത് ഫോം ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന നമുക്ക് വേണം എന്ന ഒരു ആവശ്യം മുന്നോട്ടേക്ക് വെച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ഫോം ചെയ്യുന്നതിന് മുന്നേ നമുക്കും ചില റൂൾസ് ഉണ്ടായിരുന്നു, അല്ലേ? ചില നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിരുന്നത്. അത്തരത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്ന ഒരു റൂളായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ഇൻ 1935 എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇതിൽ കൃത്യമായിട്ട് കുറച്ചധികം നിയമങ്ങളാണ് പറയുന്നത്. ഈ നിയമങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുന്നേ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളെല്ലാം തന്നെ ഫോളോ ചെയ്തിരുന്നതാണ്. നമുക്ക് നോക്കാം. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935? എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓരോ ഫീച്ചേഴ്സ് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇതിന് പ്രധാനമായിട്ടും
321 സെക്ഷൻസ് ആൻഡ് 10 സ്കെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ. 321 സെക്ഷനുകളാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനുള്ളത്. 10 സ്കെഡ്യൂൾസും ഉണ്ടായിരുന്നു. ഇനി ഈ 321 എന്നുള്ളത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1, 2, 3 എന്ന് പറഞ്ഞ നമ്മൾ നമ്പേഴ്സിൻ്റെ ഓർഡറിൽ പറയാം അല്ലേ. അത് നേരെ തിരിച്ചിട്ടിട്ടാണ് 321 എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് 1935 അവർ ഫോം ചെയ്തിട്ടുള്ളത്, ബ്രിട്ടീഷുകാർ ഫോം ചെയ്ത ഈ ഒരു ലോയ്ക്ക് എത്ര സെക്ഷനുകളുണ്ട്? 321 സെക്ഷനുകളും. ഇനി എത്ര ഷെഡ്യൂളുകളായിട്ടാണ് അതിനെ തിരിച്ചിട്ടുള്ളത്? 10 സ്കെഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നതാണ് സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ ദി വീക്കർ സെക്ഷൻ, വുമൺ ആൻഡ് വർക്കേഴ്സ്. അപ്പോൾ നമുക്കറിയാം സൊസൈറ്റിയിൽ ഒരുപാട് വീക്കർ സെക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ള ആളുകളുണ്ടാവും. ഇനി അതേപോലെ തന്നെ സ്ത്രീകളുണ്ട്, വർക്കേഴ്സ് തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് കൊണ്ടുവന്നു എന്നുള്ളത്. കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് വെച്ചാൽ എന്താണ്? നിയോജക മണ്ഡലങ്ങൾ എന്ന് നമുക്ക് പറയാം അല്ലേ. അടുത്ത ഇതിൻ്റെ തേർഡ് ഫീച്ചർ എന്ന് പറയുന്നതാണ് പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് ദി പ്രൊവിൻസസ്. സെൻട്രലിനും കേന്ദ്രത്തിനും അതോടൊപ്പം തന്നെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം എന്ത് ചെയ്തു? വിഭജിച്ച് നൽകി എന്നുള്ളത്. അടുത്ത ഫോർത്ത് പോയിന്റ് ആണ് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ അറ്റ് ദി സെൻറ്റർ. എന്താണ് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ എന്ന് വെച്ചാൽ? നമുക്കറിയാം ബൈക്യാമറൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പാർലമെൻറ്റിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് അപ്പർ ഹൗസ് എന്നും ലോവർ ഹൗസ് എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആ ബൈക്യാമറൽ ലെജിസ്ലേറ്ററാണ് ഇവിടെ പ്രിവെയിൽ ചെയ്യുന്നത്, സെൻട്രലിൽ പ്രിവെയിൽ ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നതാണ് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ഇൻ 6 പ്രൊവിൻസസ്. 6 പ്രവിശ്യകളിലും എന്ത് തന്നെയാണ്? ബൈക്യാമറൽ ലെജിസ്ലേറ്റർ തന്നെയാണ് പ്രിവെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 പോയിന്റുകളാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, എത്ര സെക്ഷനുകളുണ്ട്? 321. എത്ര സ്കെഡ്യൂൾസ് ഉണ്ട്? 10 സ്കെഡ്യൂൾസ്. ഇനി സമൂഹത്തിലെ വീക്കർ സെക്ഷൻസ്, ദുർബലരായിട്ടുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും വർക്കേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്, പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഒരുക്കി കൊടുത്തു. അടുത്തത് അധികാരത്തെ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി സെൻട്രലിൽ, കേന്ദ്രത്തിൽ ലെജിസ്ലേറ്ററിനെ പ്രധാനമായിട്ടും ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ആയിരുന്നു പ്രിവെയിൽ ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ അപ്പർ ഹൗസും ഉണ്ട് ലോവർ ഹൗസും ഉണ്ട് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടല്ലേ. അടുത്ത ബൈക്യാമറൽ ലെജിസ്ലേറ്റർ എവിടെയുണ്ട്? 6 പ്രവിശ്യകളിലുമുണ്ട്. ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ഫോം ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഫോം ചെയ്യുന്നതിന് വേണ്ടി ആദ്യമേ തന്നെ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഫോം ചെയ്തു എന്നുള്ളതാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ന് വെച്ചാൽ? ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ത് ചെയ്തു? ഇവർ ഫോം ചെയ്തു. ഇനി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാനായിട്ടുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മീറ്റിംഗ് ഹെൽഡ് ചെയ്തത് 9 ഡിസംബർ 1946 ഫസ്റ്റ് ഫീച്ചറാണ്. 1947 47 നമുക്ക് ഫ്രീഡം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം 9 ഡിസംബറിൽ എന്ത് ചെയ്തു? ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്തിനു വേണ്ടി ഒന്നാമത്തെ മീറ്റിംഗ് കൂടി? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ മീറ്റിംഗ് ഹെൽഡ് ചെയ്തു. ഇനി ഇതിനൊരു ചെയർമാൻ വേണമല്ലോ. ചെയർമാനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ഇനി മൂന്നാമത്തേത്, നമ്മളെല്ലാവരും ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇരിക്കുന്ന ആളുകളെല്ലാം ചർച്ച ചെയ്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഒപ്പുവെച്ച് അംഗീകാരം നൽകിയത് എപ്പോഴാണ്? 26 നവംബർ 1949. അപ്പോൾ നമ്മൾ പഠിച്ചു 1946 ആദ്യത്തെ മീറ്റിംഗ് കൂടി 49 ആയ സമയത്ത് എന്ത് ചെയ്തു? 49 നവംബറിൽ എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? ഒപ്പുവെച്ച് നമ്മൾ അംഗീകരിച്ചു. അടുത്തത്, ഇത് നിലവിൽ വരുന്നത് എപ്പോഴാണ്? 26 ജാനുവരി 1950. അപ്പോൾ 1949 ഇതിന് അംഗീകാരം വന്നു എന്നുണ്ടെങ്കിലും ഇറ്റ് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 ജാനുവരി 1950. ഇന്ത്യ എന്തായി മാറി? ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കൻ രാജ്യമായി മാറി. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന അങ്ങനെ ഇന്ത്യയിൽ എന്ത് ചെയ്തു? നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ബിക്കേം എ റിപ്പബ്ലിക്. ഇനി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, അഥവാ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് വേണം? ഒരു കരട് രൂപം നിർമ്മിച്ചെടുക്കണം ആദ്യം. അതിനുശേഷമല്ലേ നമ്മൾ അതിനെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ BR അംബേദ്കർ അഥവാ ഡോക്ടർ ഭീമറാവു അംബേദ്കറിനെയാണ് എലക്ട് ചെയ്തെടുത്തത്, അവരെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചത് എന്നാണ്. ഫ്രെയിമിംഗ് പീരീഡ് എന്ന് പറയുന്നത് 2 years 11 months 17 days, 2 വർഷം 11 മാസം 17 ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഈ ഭരണഘടന നിർമ്മിച്ചത്. ഓർത്തിരിക്കുക, ആദ്യത്തെ മീറ്റിംഗ് 1946 ഇതിൻ്റെ ചെയർമാനായിട്ട് എലക്ട് ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെയാണ്. അതേപോലെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്തത് 1949 ഇത് കെയിം ഇൻ ടു എഫക്റ്റ് നിലവിൽ വരുന്നത് 1950 ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അഥവാ കരട് രൂപം നിർമ്മിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? ഡോക്ടർ BR അംബേദ്കറിനെയാണ്. ഇനി എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം എടുത്തിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചത്? 2 വർഷം 11 മാസം 17 ദിവസം എടുത്തിട്ടാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്നതാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കോളൂ, ഇന്ത്യ ഹാസ് ദി ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ആരുടേതാണ്? നമ്മുടെ ഇന്ത്യയുടേതാണ് അല്ലേ. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് 26 ജനുവരി 1950 ഇതിന് പ്രധാനമായിട്ടും എത്ര ഭാഗങ്ങളുണ്ടെന്ന് നോക്കാം. 22 ഭാഗങ്ങൾ. എത്രയാണ്? 22 പാർട്സ് ആണ് ഉണ്ടായിരുന്നത്. എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. എത്ര സ്കെഡ്യൂൾസ് ആണ്? 8 സ്കെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ അത് ചേഞ്ച് വന്നിട്ടുണ്ട്. അറ്റ് പ്രസൻറ്റ് ഇതിൽ 25 പാർട്സും അതേപോലെ തന്നെ 448 ആർട്ടിക്കിൾസും അതേപോലെ 12 സ്കെഡ്യൂൾസുമാണ് ഉള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ദി ഫീച്ചേഴ്സ് ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. ഒന്നാമത്തേത് പാർലമെൻ്ററി ഡെമോക്രസി. ദ ലെജിസ്ലേറ്റർ കൺട്രോൾസ് എക്സിക്യൂട്ടീവ് ഓഫ് ദി കൺട്രി. രാജ്യത്ത് നമുക്കറിയാം ലെജിസ്ലേറ്റർ എന്ന് വെച്ചാൽ ആരാണ്? നിയമം നിർമ്മിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെജിസ്ലേറ്റർ എന്ന്. ഇനി ഈ നിയമം നടപ്പിലാക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സിക്യൂട്ടീവ് ബോഡി എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ദ ലെജിസ്ലേറ്റർ കൺട്രോൾസ് എക്സിക്യൂട്ടീവ് ഓഫ് ദി കൺട്രി. രാജ്യത്തെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ലെജിസ്ലേറ്ററാണ്. അടുത്തത് പോപ്പുലർ സോവർണിറ്റി എന്ന് പറയുന്ന പോയിൻ്റാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഓൾ ദി പവേഴ്സ് ഓഫ് ദി നേഷൻ ഒറിജിനേറ്റ്സ് ഫ്രം ദി പീപ്പിൾ. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് ആരിൽ നിന്നാണ്? നമ്മുടെ ജനങ്ങളിൽ നിന്നാണ്. കാരണം നമ്മുടെ രാജ്യം എന്താണ്? ഒരു ഡെമോക്രാറ്റിക് നേഷനാണ് അല്ലേ. അടുത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എന്താ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ എല്ലാ ഇൻഡിവിജ്വൽസിനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്ത് നൽകുന്ന റൈറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. യെസ്. അടുത്ത ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അവകാശങ്ങൾ എന്ന് വെച്ചാൽ റൈറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ അവകാശങ്ങളുള്ളപ്പോൾ നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഇന്ത്യൻ സിറ്റിസൺസ് എന്ന നിലയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇതാർക്ക് വേണ്ടിയിട്ടാണ്? സ്റ്റേറ്റിനുള്ളതാണ് അല്ലേ. ഇറ്റ് ഈസ് എ ഡയറക്ഷൻ വിച്ച് ഈസ് ഗിവൺ ടു ദി സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കോണമിക്കൽ റൈറ്റ്സ്. സാമൂഹികപരമായിട്ടുള്ള അവകാശങ്ങൾ ജനങ്ങളുടെ സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്, സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് കൊടുക്കുന്ന ഡയറക്ഷൻസിനെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അവരെ നിർവഹിക്ക് നടത്തണ്ടേ സ്റ്റേറ്റിനെ, എന്നാലാണ് നമ്മുടെ അവകാശങ്ങളെല്ലാം എന്ത് ചെയ്യുക? സാറ്റിസ്ഫൈ ആയിട്ട് ചെയ്യപ്പെടുക. അടുത്തതാണ് റൂൾ ഓഫ് ലോ. എന്താ റൂൾ ഓഫ് ലോ എന്ന് വെച്ചാൽ? യെസ്, നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ്. നോ വൺ ഈസ് എബവ് ദി ലോ. ആരും നിയമത്തിന് മുകളിലായിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്കറിയാം ഭരിക്കുന്ന ആളുകളാണെങ്കിലും അതേപോലെ തന്നെ ആര് തന്നെ ആയാലും തെറ്റ് ചെയ്താൽ അവരെന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടും. അപ്പോൾ റൂൾ ഓഫ് ലോ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫീച്ചറാണ്. നോ വൺ ഈസ് എബവ് ദി ലോ. നിയമത്തിന് മുൻപിൽ എന്തല്ല, ആരും നിയമത്തിന് മുകളിലില്ല. അടുത്തത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. റൈറ്റ് ടു വോട്ട് given to all who attaining a particular age. പർട്ടിക്കുലർ ഏജ് എന്ന് പറയുന്നതാണ് എത്ര 18 years എന്ന് പറയുന്നത്. അപ്പോൾ 18 വയസ്സ് പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം. അതാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അടുത്ത ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. ജുഡീഷ്യൽ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലെജിസ്ലേറ്റർ ആൻഡ് എക്സിക്യൂട്ടീവ്. നിയമം നിർമ്മിക്കുന്ന ലെജിസ്ലേറ്ററിൽ നിന്നും അതോടൊപ്പം തന്നെ നിയമം നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവിൽ നിന്നും
കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജുഡീഷ്യറി എന്ത് ചെയ്യുന്നുണ്ട്? തേർഡ് ഓർഗനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ തേർഡ് ഓർഗനായ ജുഡീഷ്യറി എന്താണ്? സ്വതന്ത്രമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഭരിക്കുന്നവരാണെങ്കിലും ഇത് നടപ്പിലാക്കുന്നവരാണെങ്കിലും ആര് തെറ്റ് ചെയ്താലും ജുഡീഷ്യൽ സിസ്റ്റം എന്ത് ചെയ്യും? അവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പോൾ നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ് നമ്മൾ കണ്ടു, റൂൾ ഓഫ് ലോ അല്ലേ? അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ജുഡീഷ്യൽ സിസ്റ്റത്തെ സ്വാധീനിക്കാൻ ആർക്കും തന്നെ എന്ത് ചെയ്യില്ല? സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ളതും ഇമ്പാർഷ്യൽ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അടുത്തത് ഫെഡറലിസം. ഫെഡറലിസം എന്ന് വെച്ചാൽ എളുപ്പമാണ്. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമായിട്ട് അധികാരങ്ങൾ അഥവാ പവറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനും അവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. നമ്മുടെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. അടുത്തതാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ. എന്താ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ? പൗരത്വം എന്ന് നമുക്ക് പറയാം അല്ലേ? ഇപ്പോൾ ഇവിടെ പറയാണ്, ദർ ഈസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ഇൻ ദി കൺട്രി, ദർ ഈസ് നോ സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഫോർ സ്റ്റേറ്റ്സ്. നമുക്ക് 28 സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിലും ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോരോ സിറ്റിസൺഷിപ്പ് പൗരത്വമാണോ ഉള്ളത്? അല്ല. നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒറ്റ സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എളുപ്പമല്ലേ? സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഫെഡറലിസം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി, റൂൾ ഓഫ് ലോ, directive principles for the state, fundamental duties for the citizens, fundamental rights for the citizens, popular sovereignty and parliamentary democracy. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.